എവ്രി വൺ വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറയുന്നത് മമ്മിനും കൂടെ ഒരു പർച്ചേസിങ്ങിന് പോവാണ്. മമ്മിക്ക് വീട്ടിലേക്ക് കുറച്ച് ഗ്രോസറീസും സംഭവമൊക്കെ വാങ്ങാണ്ട്, അപ്പം നമ്മൾ അതിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് മമ്മി വെയിറ്റ് ചെയ്യാണ്, വണ്ടി എടുത്തിട്ട് വേണ്ടി പോവാൻ. അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ നമ്മളെ സൂപ്പർ മാർക്കറ്റിലെത്തി. ഫോർ എ വെറൈറ്റിക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രോളൊക്കെ എടുത്തിട്ടുണ്ട് ഫോർ എന്താ നാട്ടിൽ ആൾക്കാരെ കാണിക്കാൻ. ബട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്താ, ഇതൊന്നെടുത്താൽ പോരാ, രണ്ടെണ്ണോ മൂന്നെണ്ണമൊക്കെ എടുക്കേണ്ടി വരുന്നു. അങ്ങനെ ഓലെടുത്ത് തരുന്നതിൻ്റെ പുറമെ ഉമ്മാക്ക് വേണ്ട സാധനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും മറന്നാലോ വെച്ചിട്ടാണോ ഇനി ഓലെടുക്കണത് ശരിയാവായിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അമ്മ ഓലെടുക്കണത് നോക്കണമുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ബില്ലിൽ എഴുതാത്ത സാധനങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉമ്മാൻ്റെ ബാഗൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് പിന്നെ ഉമ്മാനെ കാണാനല്ല. ഈ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തിയാൽ പിന്നെ ഉമ്മാനെ കാണില്ല. നമ്മൾ ഇവിടെ കണ്ടാൽ പിന്നെ അപ്പുറത്തൊക്കെ കയറും. കണ്ടില്ലേ, അപ്പത്തിന് എന്ത് ചെയ്തു, നമ്മളെ ട്രോളിൽ നിറച്ചുക്കണം ഉമ്മ സാധനങ്ങൾ. ഇതാണ് ഉമ്മ ഗ്രോസറി ഷോപ്പിങ്ങിന് പോന്നാലുള്ള പ്രശ്നം. ഇനി ഇമ്മ ബില്ലിലധികം 10 സാധനങ്ങളും ഇമ്മ എടുക്കുന്നത് എന്തായിരിക്കും, 20-30 സാധനങ്ങളായിരിക്കും. പലപ്പോഴും ഞങ്ങൾ സ്കൂട്ടിമ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഉമ്മ ഓട്ടോക്കും ഞാൻ സ്കൂട്ടിക്കും പോകുന്ന പരിപാടിയാണ് പൊതുവേ ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിയോ, കാർ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയാം ഇത് എന്തില്ല, ഒരു നടക്ക് പോകില്ല എന്ന്. അങ്ങനെ ഒരു ട്രോളി കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുത്തെ കാക്കോച്ച് വേറെ ട്രോളി എടുക്കട്ടെ. അപ്പം മണിഞ്ഞൊന്നും എടുക്കാനില്ല, ഇനിയൊരു ട്രോളിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. അങ്ങനെ റവ എവിടെ, ഉപ്പുമാവ് എവിടെ, കോൺഫ്ലോർ എവിടെ, മൈദ എവിടെ, ചിക്കൻ മസാല, ഗരം മസാല, അങ്ങനെ ഒരു 100 മസാലകളും നോക്കിയിട്ട് ഇമ്മ ഓരോന്നോരോന്നെടുക്കാണ്. കണ്ടോ, കയ്യിലൊരു സാധനം കൊണ്ട് എഴുതിയിട്ടുണ്ട്, ഒരു ബില്ലുണ്ട്. അതിലാകെ എത്ര സാധനങ്ങളോ അറിയോ, 10 അല്ലെങ്കിൽ 7 8 സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ എന്തില്ല, ഇമ്മ എടുക്കുന്ന സാധനങ്ങൾ അതിലും കൂടുതലാണ്. ഇനി ഇമ്മക്ക് ഇനിയുമാണല്ലോ സാധനങ്ങൾ വാങ്ങാൻ. ഇതാ കണ്ടോ, മുളക് പൊടി, മഞ്ഞപ്പൊടി, കോൺഫ്ലോർ, പച്ചക്കറി, പഞ്ചസാര, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എഴുതിക്കണം ആവശ്യമുള്ളത്. ഇനി അതിൻ്റെ മേലെ ഈ പരിപാടി. സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ഇത് ടൈപ്പ് ചെയ്താൽ മതി. പക്ഷേ ഇമ്മ പണ്ട് മുതലേ ഉമ്മാക്ക് എന്താണ് ബില്ല് ചെയ്താൽ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതൊന്നും കുറച്ച് എന്ത് വേണം, എനർജി വേണം. എനിക്ക് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇച്ചിരി കുറവാണ്. നല്ല വെയിറ്റ് ഉണ്ടോ, 5 കിലോ 10 കിലോ ഒക്കെ സാധനങ്ങളാകുമ്പോൾ നല്ല വെയിറ്റാണ്. ഇനി ഉമ്മാനോട് ചോദിച്ചു ഇനി എന്തെങ്കിലും വാങ്ങാണ്ടുമ്മ. അപ്പം ഉമ്മ ഒന്നും വാങ്ങാല്ല. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്ക് എന്തെങ്കിലും വാങ്ങാൻ വിചാരിച്ചിട്ട് ഞാൻ ബ്ലൂബെറിൻ്റെ യോഗട്ട് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ഇതാ കണ്ടോ, ട്രോളി അപ്പത്തിന് മാറ്റി. ഇനി ഉമ്മാക്ക് കേങ്ങും മറ്റും കണ്ടോ, പോയി സാധനം എടുക്കണം, കേങ്ങും മറ്റു സാധനങ്ങൾ ഒക്കെ എടുക്കാണ്ടാവല്ലോ. 30,000 ഇന്ന് മുഴുവൻ സാധനങ്ങൾ വാങ്ങിയിട്ടും ആവശ്യമില്ലാത്തൊക്കെ വാങ്ങിയിട്ട് ഇനി അവിടെ നിന്ന് പോരുള്ളൂ. ഇമ്മാരും കൊണ്ട് പോകുന്നവരുടെ ശ്രദ്ധിക്കുകയും ഒരിക്കലും പോലെ സൂപ്പർ മാർക്കറ്റിൽ കയറ്റരുത്. പച്ചക്കറി കടയിൽ പോകുമ്പോൾ പച്ചക്കറി മാത്രം അങ്ങനെ വാങ്ങിയാലുള്ളൂ എന്ത് ചെയ്യുക, ഒരു കുറച്ച് സാധനങ്ങൾ വാങ്ങുള്ളൂ. പിന്നെ ഞാൻ എനിക്കായിട്ട് എന്ത് ചെയ്തു എന്നറിയാം, ഒരു കിൻഡർ ജോയ് കൂടി വാങ്ങി. ഗേൾസിൻ്റെ ഡിസ്നി പ്ലസ്സിലാണല്ലോ ഇപ്പോൾ വരുന്നത്. കാരണം ഇമ്മ എപ്പോഴും ഇവിടെ ഉണ്ടാകുമ്പോൾ ഉമ്മാൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കും. ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഉമ്മാനെ ചെയ്യും. എനിവേ നമ്മൾ പിന്നെ ജ്വല്ലറി പോയിടോ. ജ്വല്ലറി പോയി നമുക്ക് ഒരു 40ൻ്റെ വള വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു നിങ്ങൾ എനിക്കെന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അതിന് വെള്ളം കൊടുന്നപ്പോൾ പിന്നെ ഞാനത് മറന്നു. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ജ്യൂസ് അടിക്കാൻ പോയിട്ടോ. സോ ഗായ്സ്, നല്ല മഴയാണ്. ഉമ്മാക്ക് ചിക്കൻ പക്കോട ആണല്ലോ ഈ ചൂട് മഴയുള്ള സമയത്ത്. അപ്പോൾ ഉമ്മാൻ്റെ പൈസക്ക് നമ്മൾ വാങ്ങും. ഞാനൊരു വൈക്കും കൊണ്ടുവരാൻ പറ്റില്ല, ഫുള്ളും തുളച്ചിട്ടേ കൂടെ നിൽക്കുള്ളൂ. സ്വന്തം മക്കൾക്ക് വാങ്ങുന്നത് തൊലക്കിലാണെന്ന് പറയുന്ന ആദ്യത്തെ മാതാവിധം. അങ്ങനെ എവിടെ ചെന്നാലും വെറൈറ്റിയോടെയാണ് നമ്മൾ. ഇവിടെ വന്നിട്ടും ജ്യൂസ് വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്തൊന്നും മഴയ്ക്ക് ഇപ്പോൾ ശമനമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു സമാധാനമുണ്ട്. പിന്നെ എൻ്റെ അമ്മ എപ്പോഴും ഇല്ലേ, ഒരു ഭാഗത്തും 2 ഭാഗത്തും ചെവി ഇങ്ങനെ പുറത്ത് കാണിച്ചിട്ട് ആണ് ഷാളിടുക. ഞാൻ അത് പറയായിരുന്നു. ഇപ്പം അമ്മനെ കാണാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ നിറച്ച മുടിയും ആ ഷാളും പല്ലുകൂടി കാണിച്ചപ്പോൾ വെറുതെ എന്ന് പറയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഇതിന് ചെറുക്കം ഫസ്റ്റ് എനിക്കുള്ളതാട്ടോ കൊണ്ടുവന്നത്. ഞാനൊരു ടെൻഡർ ബട്ടറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ കുടിക്കുന്ന വീഡിയോ എടുത്ത് തരുമെന്ന്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇമ്മാൻ്റെ വിരലിൻ്റെ ഒരു ഭാഗം അത് വീഡിയോയിൽ നിർബന്ധമാണ്. പിന്നെ ഉമ്മാൻ്റെ ഫോൺ അങ്ങനെയൊക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇമ്മ വീഡിയോ എടുത്താൽ ഇതൊരു നിലക്ക് പോകില്ല എന്ന്. അങ്ങനെ ഞാൻ സ്വമേധയാ വീഡിയോ എടുത്തു. ഇമ്മ ഇടയ്ക്കിടെ ഹായും ഹലോ ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ്.
പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു, വായ നല്ല കൊച്ചിലുണ്ടായിരുന്നു. ഇതിൻ്റെ ജ്യൂസ് കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ മമ്മിക്ക് കിട്ടിയത്. മമ്മി ഓർഡർ ആക്കിയത് ഒരു ടെൻഡർ മാംഗോ ആയിരുന്നു. അങ്ങനെ അമ്മ അത് കുടിച്ചിട്ടാണ് നല്ല ഐസ്ക്രീമൊക്കെ ഇട്ടിരിക്കുന്നത്, കുറച്ചാൽ മതി, ഇന്ന് ഷുഗറൊക്കെ ഉള്ളതാണ് പറഞ്ഞ്. പിന്നെ ഓലോട് പറയാൻ പറ്റില്ലല്ലോ, ഇത് നമ്മൾ ഓർഡർ ചെയ്ത് പോയില്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങാനായി. നമുക്ക് എന്താണെന്നറിയില്ല, വീട്ടിൽ ചെന്ന് ഒന്നുമില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ അമ്മക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മിച്ചറും അതുപോലെ ചിപ്സും അങ്ങനെയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് അടുത്ത അമ്മേൻ്റെ നോട്ടെന്ന് പറയുന്നത് എങ്ങോട്ടാണെന്നറിയും, ദേ ആ ചില്ലക്കൂട്ടിൽ കിടക്കുന്ന സാധനങ്ങൾക്കാണ് എണ്ണക്കടികൾ, പലഹാരം എന്നൊക്കെ പറയും. അങ്ങനെ അമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ 2 ചിക്കൻ പക്കോട എടുത്തപ്പോൾ മാധവായ അമ്മ എനിക്ക് ഒരു ചിക്കൻ പക്കോട തന്നു. ഹോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചൂടുകൊണ്ടേ, പിന്നെ നല്ല തണുപ്പല്ലേ. അങ്ങനെ അമ്മാനെ കൺവിൻസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ അവിടുന്ന് കുറച്ച് ചിക്കൻ പക്കോടയും ബാക്കി കുറച്ച് സാധന സാമഗ്രികൾ കൂടി വാങ്ങിയിട്ടു. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയതാണ്, വരുന്നുണ്ടോ മേരി. ഇത്രയും നേരം ഞാൻ അവിടെ നിർത്തിയിട്ടിട്ട് ഓരോരുത്തർ നോക്കണേ ഇങ്ങനെ കാണണം പോലെ, വേറെ എവിടെയും നിർത്തിയിട്ട് മാതിരിയാണ്. പക്ഷെ ഞാൻ നല്ല സ്ഥലത്താണ് നിർത്തിയിരിക്കണ കാശ്. യോ മേസിൻ്റെ കണക്കറിയാം കാശ്. അതിനില്ല നമ്മൾ പെട്രോൾ കൂടി അടിച്ചിട്ട് നമ്മൾ പോവുകയാണല്ലോ മമ്മി. അപ്പം അങ്ങനെ മമ്മീനെ പൊട്ടിച്ച കാര്യങ്ങളെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങും. ഓക്കെ, അപ്പോൾ ബൈ. അതിനാണ് നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പൈസ കൂടെ കൊടുക്കണം, എന്നിട്ട് നമുക്ക് പോകാം. ബൈ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ ഡിക്കിന്ന് എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ എനിക്ക് വാങ്ങി തന്ന കിൻഡർ ജോയ് തിന്നാനാണ് ആദ്യം ഞാൻ താല്പര്യം കാണിച്ചത്. പിന്നെ ഒരു ബ്രേക്കായിട്ടുള്ള ഹാർട്ടിൻ്റെ ഒക്കെ ഒരു കീച്ചീനൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല ഗൈ. ആ, ഉപ്പ് നമുക്കെല്ലാം വാങ്ങി തരും. പിന്നെ ഒന്ന് ഉപ്പ് നമ്മളെ സ്നേഹിക്കും. പിന്നെ ഐ ലവ് യു ഡാഡ് എഴുതി. പിന്നെ മുകളിൽ 2025 എഴുതി. പിന്നെ ഇപ്പത്തെ ഡേറ്റ് എഴുതി, നെയിം നിയാസ് എഴുതി, ലായിസ് അഹമ്മദ് എഴുതി, അടിയിൽ 3rd ബിയും എഴുതി. പിന്നെ അപ്പത്തിന്റെ സൈൻ കിട്ടി. ഫാദറിന് ലെറ്റർ അയക്കാണ് ഫാദേഴ്സ് ഡേക്ക്. എന്നിട്ട് എൻ്റെ ഫാദറിന് എത്തുമ്പോൾ ലെറ്റർ എനിക്കറിയില്ല, നമുക്ക് തന്നെ എത്തി. നമുക്ക് എത്താൻ ഈ നമ്മളെ അഡ്രസ്സ് കൊടുത്ത്, അഡ്രസ്സും കൊടുത്തിട്ടില്ല. നമ്മളെ അഡ്രസ്സല്ലേ കൊടുത്ത്, അപ്പോൾ ലെറ്റർ നമുക്ക് കിട്ടൂലേ? അയച്ചിട്ടു. നാളെ സ്കൂളിൽ ചെല്ലുമ്പോൾ മിസ് തരുമോ? എനിക്കറിയില്ല. അപ്പം പിന്നെ എങ്ങനെയാണ് കിട്ടണേ? എനിക്കറിയില്ല. സോ ഗായ്സ്, ഇപ്പം ഫാദേഴ്സ് ഡേൻ്റെ, പക്ഷേ ആക്ച്വലി ഫാദേഴ്സ് ഡേ ഇന്നലെ ആയിരുന്നില്ലേ? പക്ഷേ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് എന്നാണ് മിസ് പറഞ്ഞത്. അതെന്താ മിസ്സായിട്ട് മെൻഷൻ എന്നാണ്? ആക്ച്വലി ഇന്നലെ മിഞ്ഞാന്നേറ്റായിരുന്നു ഫാദേഴ്സ് ഡേ. ഇതാണ് ഗായ്സ്, അടുത്ത ഫാദേഴ്സ് ഡേ ആയിരുന്നു. ഈ ഫാദേഴ്സ് ഡേക്ക് ലെറ്റർ എഴുതിയോ ഫാദറിന്? അതൊക്കെ പൊട്ടിച്ചാലോ? എന്ത്? അതല്ല, എന്തറിയോ, മറ്റേ സാധനല്ലേ എന്റെ ഇപ്പുറത്തെ ആ സാധനം പൊട്ടി. എന്നിട്ട് ഞാൻ പിന്നെ പൊട്ടിച്ചു. ഒരു പൊട്ടിച്ചു. ആണ് ഒക്കെ എന്താ പൊട്ടിച്ചേ? എന്റെ ഇപ്പുറത്തെ സാധനം. അവിടെ എന്താ സാധനം ഉണ്ടായിരുന്നേ? തന്നെ എമ്മാന്റെ കുട്ടി നെയിം കാർഡൊക്കെ പൊട്ടിച്ചോ? അതല്ല, ഒരു കുട്ടി പൊട്ടിച്ചു. ഞാനൊരു ഇത്രേ ചെയ്തുള്ളൂ. എന്നാ ഞാനാന്ന് സ്കൂള് അടിപൊളിയാണോ? വാട്ടർ ബോട്ടിൽ പൊട്ടിച്ചോ? തമ്പരനെ, നോക്കട്ടെ ബാഗ്. ഇതാണ് ബാഗ്, ഇതുപോലെ ലഞ്ച് ബോക്സ്. സേബാക്ക് പണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള മാപ്പിള വെള്ളം എടുത്ത് വാങ്ങും ചെയ്തു. ഇതെന്താ മോനെ? അല്ല ഇതെന്താ മുക്ത? ഇതൊക്കെ ചളി മഞ്ഞൾ അല്ല, ചളി അല്ല. ഞാൻ ഫുഡ് ഇതെങ്ങനെ കളയാ? അല്ല ട്രൗസർ ഗായ്സ്, ഇതാണോ എൻ്റെ പാല ട്രൗസർ, മിഡി ട്രൗസർ. തിരിഞ്ഞ അങ്ങനെ പോലെ സ്കൂൾ വിശേഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ മുറ്റത്തോട്ടിറങ്ങി. റംബൂട്ടാനൊക്കെ മുഴുവൻ കൊഴിഞ്ഞ് ഒരു റംബൂട്ടാൻ കൂടി ഇപ്പം ഇല്ലാത്തൊരവസ്ഥയാണ്. ചുമന്നൊന്നൊന്ന് ഉണ്ടമേരയ്യ തിന്നു കാശ്. ബാക്കി ഇതിമൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇതെന്താ മഴ ഇവിടെ തൂക്കിയിരിക്കണ്?
കണ്ടോ ഇതിമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ പോയാലൊക്കെ ഇതൊക്കെ ചുമക്കുക പിന്നെ എൻ്റെ റെയ്ഹാനത്തേക്ക് എടുത്തു വെക്കും ഒക്കെ കടന്നുകൊണ്ട് കണ്ടോ സോ മമ്മി ഇനി സാധനങ്ങൾ കൊടുന്ന സാധനങ്ങൾ എടുക്കാൻ പോകണം മമ്മി അങ്ങോട്ടല്ല അപ്പുറത്തേക്ക് യെസ് സോ ഗായ്സ് അപ്പം എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് ഇത് ഞാനോട് വെച്ചമ്മാൻ്റെ തലമൊക്കെ ഡീം അങ്ങനെ എല്ലാ സാധനങ്ങളും മമ്മി എടുക്കുന്നുണ്ട് ഇനി അടുത്ത് കൊടുക്കട്ടല്ലേ ഞാൻ അടുത്തരാം പറയും ഹലോ ഗെയ്സ് ആ ബാക്കി പറയും അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു പർച്ചേസൊക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ തയ്യാറെടുപ്പിലാണ്. അതെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ ഈ സാധനം തലേക്ക് ഇപ്പം രണ്ടാട്ടം തോണി ഞാൻ വീഴാൻ സമ്മതിക്കില്ല അപ്പം ഞാൻ സാധനത്തൊക്കെ ഇടാക്ക് അപ്പം അതുവരെ ബൈ.